എലമെന്റ്സുകളെ കുറിച്ചിട്ടുള്ള ഏരിയർ ക്ലാസിഫിക്കേഷൻസിലെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് 1869 കൊണ്ടുവന്ന ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് കുഞ്ഞോള് മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് പറഞ്ഞ രണ്ടെണ്ണവും ഡോബറൈനേഴ്സ് ക്ലാസിഫിക്കേഷനിലും അതേപോലെ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷനിലും ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുള്ളത് എലമെന്റ്സിന്റെ ആറ്റോമിക് വെയിറ്റ് ആണ് അല്ലെ. ഡോബറൈനർ ട്രയാഡ്സ് ഫോം ചെയ്യുമ്പോൾ ആ ട്രയാഡ്സിലെ 3 എലമെന്റുകളിൽ ഒന്നിന്റെ അറ്റോമിക് വെയിറ്റിനേക്കാൾ കൂടുതലാണ് രണ്ടാമത്തത്, അതിനേക്കാൾ കൂടുതലാണ് മൂന്നാമത്തത്. ന്യൂലാൻഡ്സ് എന്താ പറയാ, അത് എലമെന്റ്സുകളെ ഒക്ടീവുകളായിട്ട് അറേഞ്ച് ചെയ്തത് അറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അപ്പൊ അവിടെ രണ്ടുപേരും ക്രൈറ്റീരിയ മാനദണ്ഡമായിട്ട് എടുത്തിട്ടുള്ളത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്ന ആളാണ് ലോതർ മേയർ. ഓക്കെ, അപ്പൊ ലോതർ മേയർ ക്ലാസിഫിക്കേഷൻ ആണ് നെക്സ്റ്റ്. 1869 ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്, ലോതർ മേയർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്? കുഞ്ഞോള് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ലോതർ മേയർ ക്ലാസിഫിക്കേഷനിൽ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി മാഷങ്ങളോട് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഈ 1869 തന്നെയാണ് മെൻഡലീഫ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും 1869 തന്നെയാണ്. നമ്മൾ അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയും, സാന്ദർഭികമായിട്ടൊന്ന് പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റഡി നടക്കുന്ന സമയത്ത്, ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെയാണ് മെൻഡലീഫിന്റെയും വരുന്നത്. ലോതർ മേയർ ചെയ്തത് എലമെന്റുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് അദ്ദേഹം സ്റ്റഡി ചെയ്തു. അതേസമയം മെൻഡലീഫ് എലമെന്റ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് സ്റ്റഡി ചെയ്തത്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുന്നത്. അതേസമയം മെൻഡലീഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ടാണ് എലമെന്റ്സിന്റെ വർഗീകരണം നടത്തുന്നത്. മനസ്സിലായി ഓർമ്മിച്ചു വെക്കണം കേട്ടാ, രണ്ടും സമകാലികരാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഈ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ആ ലോയുടെ പേരാണ് ലോതർ മേയേഴ്സ് പീരിയോഡിക് ലോ. ലോതർ മേയേഴ്സ് പീരിയോഡിക് ലോ. അതേപോലെ ഇദ്ദേഹം ഒരു പീരിയോഡിക് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മെൻഡലീഫ് പീരിയോഡിക് ലോ എന്ന് പറയും. ഓക്കെ, പക്ഷെ മെൻഡലീഫിന്റെ അത്ര പോപ്പുലർ ആയിട്ടില്ല ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ. കാരണമുണ്ട്, നമുക്കത് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഇദ്ദേഹം ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇദ്ദേഹം എലമെന്റുകളുടെ ആറ്റോമിക് വോളിയം കണ്ടെത്തി. ആദ്യം പുതിയൊരു അറ്റംപ്റ്റ് ആണ്, അറ്റോമിക് വോളിയം കണ്ടെത്തി. അതെങ്ങനെയാണ് അറിയാവുക? വളരെ ഈസിയാണ്. അറ്റോമിക് വെയിറ്റ് ബൈ ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പൊ അറ്റോമിക് വോളിയം എന്താണ്? അറ്റോമിക് മാസ് ബൈ അറ്റോമിക് ഡെൻസിറ്റി. സോ അറ്റോമിക് വെയിറ്റ് ഓർ അറ്റോമിക് മാസിനെ അതിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ എലമെന്റുകളുടെയും അറ്റോമിക് വോളിയം കണ്ടെത്തി. ആര്? മേയർ വോളിയം കണ്ടെത്തി കഴിഞ്ഞ ശേഷം ഒരു ഗ്രാഫ് വരച്ചു. അറ്റോമിക് വോളിയം കണ്ടെത്തി കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു ഗ്രാഫ് വരച്ചു. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കണം. ആ ഗ്രാഫിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ എടുക്കുക എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോ, മറന്നുകൂടാ. എക്സ് ആക്സിസിലെ അറ്റോമിക് വെയിറ്റ് ഓർ അറ്റോമിക് മാസ് എടുത്തു എലമെന്റ്സിന്റെ. ഇവിടെ അറ്റോമിക് വോളിയം എടുത്തു. വൈ ആക്സിസിലെ വോളിയവും അതേപോലെ എക്സ് ആക്സിസിലെ വെയിറ്റും എടുത്തിട്ട് അദ്ദേഹം ഒരു ഗ്രാഫ് വരച്ചു. അങ്ങനെ ഗ്രാഫിൽ ഇത് ഓരോ എലമെന്റിന്റെ കാർഡ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഓരോ എലമെന്റിന്റെ അറ്റോമിക് വോളിയം, അറ്റോമിക് വോളിയം വേഴ്സസ് അറ്റോമിക് വെയിറ്റ് എടുത്ത് ഇവിടെ പ്ലോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ കുറെ കുത്തുകൾ കിട്ടും. അദ്ദേഹത്തിന് ഒരുപാട്
എന്താ പറയുക ഡോട്ടുകൾ ഇവിടെ കിട്ടി. ഓക്കെ, ഈ ഡോട്ടുകൾ അദ്ദേഹം പരസ്പരം യോജിപ്പിച്ചു. ഓക്കെ, യോജിപ്പിച്ചപ്പോൾ എന്ത് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ഇതുപോലുള്ള ഏകദേശം ഇത് കൃത്യമായിട്ടുള്ളതല്ല, ഏകദേശം ഇതുപോലുള്ള ഒരു കർവ് കിട്ടി. ഓക്കെ, ഏകദേശം ഇതുപോലുള്ള ഒരു കർവ് കിട്ടി. കൃത്യമായിട്ടുള്ളതല്ല, പക്ഷെ ഏകദേശം ഒരു രീതിയാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് ശരിക്കും കിട്ടിയെന്നാണ് ഒരുപാട് ഡോട്ടുകളാണ്, ഇങ്ങനെ ഒരുപാട് ഡോട്ടുകളാണ് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെയുള്ള ഒരുപാട് ഡോട്ടുകൾ കിട്ടി. ആ ഡോട്ടുകളെ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പൊ കിട്ടിയ കർവാണ്. ഓക്കെ, ഈ കർവിന്റെ പേരാണ് ലോദർ-മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. ഓക്കെ, എന്നാണ് ലോദർ-മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. ലോദർ-മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. അറ്റോമിക് വോളിയം കർവ് ചെയ്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങളാണ് ക്ലിയർ ആക്കണേ. അദ്ദേഹം ആദ്യം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിന്റെ അറ്റോമിക് വോളിയം കണ്ടെത്തി. എന്നിട്ട് അറ്റോമിക് വോളിയം വേഴ്സസ് അറ്റോമിക് വെയിറ്റ് എടുത്തിട്ട് ഗ്രാഫ് വരക്കാണ്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. അപ്പൊ ഗ്രാഫിൽ കുറെ പോയിന്റുകൾ കിട്ടും, ഓരോ എലമെന്റിനെയും ഒരു പോയിന്റ് ആയിട്ട് അവിടെ കിട്ടും. എന്നിട്ട് അതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചപ്പോൾ കിട്ടിയ കർവാണിത്. ഇതിന്റെ പേരാണ് ലോദർ-മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഈ കർവില് സിമിലർ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾക്ക് ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഓക്കെ, elements lie in the similar positions in the curve will have similar properties. കർവിൽ സിമിലർ പൊസിഷനിൽ കിടക്കുന്നവർക്ക് സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് കർവിന്റെ പീക്കുകളാണ്. ഈ പീക്കുകളിൽ കിടക്കുന്നവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇത് സ്ലോപ്പാണ്. ഏത് സ്ലോപ്പ്? അസെൻഡിങ് സ്ലോപ്പ്. അസെൻഡിങ് സ്ലോപ്പിൽ വരുന്നവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതേപോലെ ഡിസെൻഡിങ് സ്ലോപ്പിൽ വരുന്നവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതിന്റെ എന്താ പറയുക, കർവിന്റെ താഴെ മിനിമത്തിൽ വരുന്നവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ നോക്കുമ്പോൾ ഈ ടോപ്പിൽ ഇവിടെ വന്നത് ലിഥിയമാണ്. ഓക്കെ, ലിഥിയം. ഓക്കെ, ഇവിടെ സോഡിയം വന്നു, ഇവിടെ പൊട്ടാസ്യം വന്നു, ഇവിടെ റുബീഡിയം വന്നു, ഇവിടെ സീസിയം വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഈ പറയപ്പെട്ട എലമെന്റുകൾക്ക് ഇതെല്ലാവരും ഒരേ പൊസിഷനിലാണ്. കർവിന്റെ പീക്കിലാണ് എല്ലാവരും ഉള്ളത്, മാക്സിമയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ ഇത് പ്രസ്താവന പ്രകാരം, അദ്ദേഹത്തിന്റെ എന്താ പറയാ ഐഡിയ പ്രകാരം ഇവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടി വേണം. ശരിയാണ്, ഇവർക്കെല്ലാവർക്കും ഒരേ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള പീരിയോഡിക് ടേബിളിൽ ഇവരെല്ലാവരും ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ഒരേ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആണ്. നമ്മൾ ഇതിനെ വിളിച്ച പേരാണ് ആൽക്കലി മെറ്റൽസ് ഇപ്പോഴുള്ള പീരിയോഡിക് ടേബിളിൽ. ഓക്കെ ആണോ? അതേസമയം ഇതാ ഇവിടെ വന്ന ആളാണ് മെഗ്നീഷ്യം. ഇവിടെ മെഗ്നീഷ്യം, ഇവിടെ കാൽഷ്യം, ഇവിടെ സ്ട്രോൺഷ്യം, ഇവിടെ ബേരിയം. ഓക്കെ, നോക്ക് ഇതെല്ലാം എന്താണ്? ഈ പോയിന്റ് എന്താണ്? അത് ഡിസെൻഡിങ് സ്ലോപ്പിലെ പോയിന്റുകളാണ്. അപ്പൊ എല്ലാവരും ഈ പറയപ്പെട്ട എലമെന്റുകളെല്ലാം ഈ പറയപ്പെട്ട പൊസിഷൻ എന്ന് പറയുന്നത് സിമിലർ പൊസിഷൻ ആണ്. അത് ഡിസെൻഡിങ് സ്ലോപ്പിലെ പൊസിഷനുകളാണ്. അങ്ങനെ ആണെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ എന്താ മേയറിന്റെ അഭിപ്രായ പ്രകാരം ഈ പറയപ്പെട്ടവരെല്ലാം സിമിലർ പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. ശരിയാണ്. ഇപ്പോഴും നമ്മൾ എന്താ പറയാ, നമ്മുടെ ഇപ്പോഴുള്ള പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ഇവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ആണ്. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അന്നാ പേരുകളൊന്നുമില്ല, ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണത്. ഓക്കെ, ഇനി അടുത്ത നോക്കോ. ഇവിടെയാണ് ക്ലോറിൻ, ഇവിടെയാണ് ബ്രോമിൻ, ഇവിടെയാണ് അയഡിൻ. ഇതെല്ലാം എന്താണ്? ഇത് അസെൻഡിങ് സ്ലോപ്പിലുള്ള പൊസിഷനുകളാണ്. അപ്പൊ ഇവരെല്ലാവരും എന്താണ്? സിമിലർ പൊസിഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സിമിലർ പൊസിഷനിൽ കിടക്കുന്ന ഇവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് വരണം. ശരിയാണ്. ഇപ്പോഴുള്ള നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഹാലജിൻ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഇവരെല്ലാം ഉള്ളത്. ഓക്കെ, ഏറ്റവും താഴെ ഇവിടെ എല്ലാം വരുന്നത് ആരെന്ന് അറിയാവോ? അവിടെ
ഇപ്പോൾ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയപ്പെടുന്ന എലമെന്റുകളാണ് ഇവിടെയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോ മിസ്റ്റർ മേയർ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്ത ശേഷമാണ് ഈ പറയപ്പെട്ട കർവ് വരച്ചത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ലോ ആണ് മേയേഴ്സ് ലോറർ-മേയേഴ്സ് പീരിയോഡിക് ലോ. എന്തിനറിയാവോ ലോ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് their atomic weight. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇതാ ഈ പീരിയോഡിക്, ഇതിന്റെ പേരാണ് പീരിയോഡിക് ലോ. ആരുടെ പീരിയോഡിക് ലോ അത് പറയണം. പീരിയോഡിക് ലോ 2-3 ഉണ്ട്. ഇത് മേയേഴ്സ് പീരിയോഡിക് ലോ എന്നാണ് ഈ ലോ പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്, കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറയുന്നില്ല അവിടെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് their atomic weight. ഓക്കെ, അതായത് എലമെന്റുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അറ്റോമിക് വെയിറ്റിന്റെ ഫങ്ഷൻസ് ആണ്. എങ്ങനെയുള്ള ഫങ്ഷൻ? പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. എന്ന് ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റിന്റെ ഫങ്ഷൻ ആണ്. അതിന്റെ അർത്ഥം എന്താ? അറ്റോമിക് വെയിറ്റ് മാറുമ്പോഴാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നത്. അറ്റോമിക് വെയിറ്റ് മാറുമ്പോഴാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി മാറുന്നത്. മാക്സിമം ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അറ്റോമിക് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അത് എങ്ങനെ? പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ അറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എങ്ങാനും നമ്മൾ ഈ പറയപ്പെട്ട എലമെന്റുകളെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ക്രമമായ ഇടവേളകളിൽ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യപ്പെടും. നോക്കേ, ഇതിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് സിമിലാരിറ്റി ഉള്ളവരാണിത്. ഓക്കെ, അപ്പോ ഇതും തമ്മിലുള്ള ഇന്റർവെൽ ഇതാണ്. അത്രയും ഇന്റർവെൽ വീണ്ടും പോയി കഴിഞ്ഞാൽ ഇതേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇത് ലിഥിയമായിട്ട് പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്ന ആളാണ് സോഡിയം. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ എത്രയാണോ ഇന്റർവെല്, അതേ ഇന്റർവെല് വീണ്ടും മുന്നോട്ട് പോയാൽ അതേപോലുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റ് റിപ്പീറ്റ് ചെയ്യപ്പെടും. അതായത് അറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എലമെന്റ്സിനെ എങ്ങാനും അറേഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയിട്ടുള്ള എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. ഇതാണ് ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ വേറൊരു മെറിറ്റ് എന്നും പറയാം, ഡിമെറിറ്റ് എന്നും പറയാം. എന്നറിയാവോ? പിൽക്കാലത്ത് അറ്റോമിക് വെയിറ്റിന് പകരം അറ്റോമിക് നമ്പർ 1869 ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് അറ്റോമിക് നമ്പർ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അറ്റോമിക് നമ്പർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതാണ് പ്രോട്ടോൺസിന്റെ എണ്ണം. 1869 കാലഘട്ടത്തിൽ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ല. അപ്പൊ അറ്റോമിക് വെയിറ്റ് നമ്പർ എന്നുള്ള കോൺസെപ്റ്റ് അപ്പോൾ വന്നിട്ടേ ഇല്ല. പിൽക്കാലത്ത് മോസ്റ്റ്ലി ആണ് അത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോ പിൽക്കാലത്ത് അറ്റോമിക് വെയിറ്റ് മാറ്റിയിട്ട് അറ്റോമിക് നമ്പർ പ്ലോട്ട് ചെയ്യുമ്പോഴും ഇതേ പാറ്റേൺ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ലോലൊരു പ്രശ്നം വരും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് അറ്റോമിക് വെയിറ്റിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണോ അല്ല അറ്റോമിക് നമ്പറിന്റെ ആണോ? അറ്റോമിക് നമ്പർ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ അറ്റോമിക് വെയിറ്റിന് പകരം അറ്റോമിക് നമ്പർ എടുത്തു കഴിഞ്ഞാലും ക്രമമായ ഇടവേളകളിൽ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെയിറ്റിനെയാണോ അല്ല നമ്പറിനെയാണോ? അറ്റത്തിന്റെ വെയിറ്റിനെയാണോ അറ്റോമിക് നമ്പറിനെയാണോ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരും. ഓക്കെ, അതൊരു ഡിമെറിറ്റ് ആയിട്ടും പറയാം, മെറിറ്റ് ആയിട്ടും പറയാം. മെറിറ്റ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കണ്ടെത്താത്ത അറ്റോമിക് നമ്പർ പിൽക്കാലത്ത് ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ അതുമായിട്ടും യോജിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് അത് പറയാം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഡിമെറിറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കർവാണ്. അപ്പൊ ഈ കർവിനെ ഓർമ്മയിൽ വെക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കർവ് ഓർമ്മയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കർവിലെ ഓരോ പോയിന്റിലുമുള്ള എലമെന്റ്സിന്റെ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ,
അപ്പോൾ എന്താ പറയുക, ഓർമ്മയിൽ വെക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഈ കർവ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കർവാണ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിമെറിറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ലോതർ മേയർ ചെയ്തത് എന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല? ക്ലിയർ ആയില്ല? മേയർ എന്താ ചെയ്തത് എന്നുള്ളത്? ഓക്കെ, അപ്പൊ നന്നായിട്ടൊന്ന് നോക്കുക, മനസ്സിലാക്കുക.